അങ്ങോട്ട് ഇരിക്കോ പറഞ്ഞത് കേൾക്കോ പറഞ്ഞത് കേൾക്കുക ഐസോ. ഡോക്ടറെ എക്സസൈസ് ചെയ്യാൻ പറഞ്ഞത്, പക്ഷെ ഇങ്ങനൊക്കെ ചെയ്യാൻ പാടുണ്ടോ? കളിക്കാൻ നിക്കല്ല ഐസോ. ഐസോ ചാടാൻ ഇങ്ങനൊക്കെ പലതും പറയില്ല. പറഞ്ഞത് എന്താ ചെയ്യാ? ഞാൻ എന്താ പറയാ? ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ഗർഭിണിയാണ്. ഒളിമ്പിക്സിൽ മെഡൽ വാങ്ങിയ ഒരു ഗർഭിണി 7ാം മാസത്തിൽ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പബ്ലിക്കിൽ പോകുന്ന ഒരു റിയാക്ഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. മുൻപ് നമ്മളിത് ചെയ്തിട്ടുണ്ട്. എന്ത് ഒരു ആൺകുട്ടി ഗർഭിണിയായത് നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളൊരു റിയൽ ഗർഭിണി, എന്താ പറയുക, റിയൽ ഗർഭിണി 8ാം മാസത്തിൽ ഒളിമ്പിക്സിൽ ഫസ്റ്റ് മെഡൽ വാങ്ങിയ ഒരു ഗർഭിണിയാണ്. എന്ന് വെച്ചാൽ പണ്ട് നല്ലൊരു കളിക്കാരിയായിരുന്നു. 8ാം മാസത്തിലും ആ ഒരു എക്സസൈസ് ചെയ്യാനുള്ള ത്വര കാരണം എക്സസൈസ് ചെയ്യാണ്. അപ്പൊ ഭർത്താവ് അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. അപ്പൊ അങ്ങനെ കുറച്ച് രസകരമായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് അല്ലേ? അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്ത് ബെല്ലേക്ക് കൂടി അമർത്തി വെക്കാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഓടല്ലേ ഇവിടേക്ക് ഓടണേ. കുറച്ചേരം ഇവിടെ ഇരുന്നേ, കുറച്ചേരം ഇവിടെ ഇരിക്ക്. അവിടെ ഇരിക്ക് കുറച്ച്. പറഞ്ഞത് കേൾക്ക് ഐസോ. ഐസോ പറഞ്ഞത് കേൾക്ക് ഐസോ. അങ്ങോട്ട് പറഞ്ഞത് കേൾക്ക്. പറഞ്ഞത് കേൾക്ക് ഐസോ. പറഞ്ഞത് കേൾക്ക്. വീട് പറഞ്ഞത് കേൾക്ക്. പറഞ്ഞത് കേൾക്ക്. പറഞ്ഞത് കേൾക്ക് ഐസോ. പറഞ്ഞത് കേൾക്ക്. അവിടെ പറഞ്ഞ അവിടെ ഇരിക്കേ. ഇവൾക്ക് എപ്പോഴും നടക്കൽ തന്നെ പണി. മതി 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 മതി. മതി 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 മതി. കുറച്ചേരം വേണ്ടിയിരുന്നേ, കുറച്ചേരം അങ്ങോട്ട് ഇരിക്കോ. പറഞ്ഞത് കേൾക്കോ. ഇത് പൊന്നല്ല ഐസോ. അവിടെ ഇരിക്കി ഐസോ. കളിക്കാൻ നിക്കല്ലേ. പോവാ, വീട്ടിൽ പോവാ. ആൾക്കാരൊക്കെ നോക്കണ ഐസോ. ഐസോ ഐസോ പറഞ്ഞത് കേൾക്ക് ഐസോ. ഐസോ പറഞ്ഞത് കേൾക്ക്. ചേട്ടാ പറഞ്ഞത് അതെന്താന്നറിയോ? പറഞ്ഞ മനസ്സിലാവണില്ലേ? അത് എന്താ വെച്ചാലേ പുള്ളിക്കാരെ മറ്റേ സ്വർണ്ണ മെഡലൊക്കെ നേടിയിട്ട് വന്നതാ. അപ്പൊ പുള്ളിക്കാരിക്ക് എപ്പോഴും വേണം ഐസോ. പറഞ്ഞത് കേൾക്ക് ഐസോ. അപ്പൊ എക്സസൈസ് ഇങ്ങനെയല്ലല്ലോ എക്സസൈസ്. ഇത് അങ്ങോട്ട് ഓടും. അങ്ങോട്ട് കുഞ്ഞിനാലോചിക്കും. വണ്ടി കാറാണ്. കാർ അവിടെയാണ്. കാർ അവിടെ അതിന്റെ ബാക്കിലാ. എന്റെ വണ്ടി നമ്പറാ. കാർ ഓടിക്കാനറിയോ ചേട്ടന്? വണ്ടി അറ്റത്താണ്. കളിക്കാൻ നിക്കല്ല ഐസോ. ഐസോ പറഞ്ഞ കേൾക്കണില്ലല്ലോ ചേട്ടാ. അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അവർക്ക് അറിയാത്ത കാരണം ഒന്ന് നിക്ക്. ദോഷം വരുത്തും. ഡോക്ടർ ഇങ്ങനെയല്ല പറയാ. ഇങ്ങനെയല്ല പറഞ്ഞിട്ടില്ല. എക്സസൈസ് എന്താ ചേട്ടാ പറഞ്ഞ മനസ്സിലാവണ്ടേ? ഇവര് എന്താന്നറിയോ? ഇവള് സ്വർണ്ണ ഇന്ത്യക്ക് വേണ്ടിട്ടേ 4ാം സ്ഥാനം കിട്ടിയിട്ടുണ്ട് ഇവിടെ പോയിട്ട്, മറ്റേ റഷ്യയിൽ പോയിട്ട്. അപ്പൊ ഇപ്പോഴല്ല, ഒരു 5-6 വർഷം മുൻപ്. അപ്പൊ അവൾക്ക് എപ്പോഴും എന്നും എക്സസൈസ് ചെയ്യണം. ജൂനിയർ വിഭാഗത്തില് അല്ല, വീട്ടിൽ ചെയ്യാൻ പാടും. ഇങ്ങനൊക്കെ ചെയ്യാൻ പാടോ ചേട്ടാ? ഇങ്ങനെ ചാടാൻ പലതും പറയില്ലേ ഡോക്ടർമാര്? പലതും പറയും. കാറ് വിടുന്ന കുറച്ച് അതൊന്നും ചെയ്യില്ല. അത് വീട്ടില് ഇവിടെ ഐസോ വീട്ടില് ഒരു പണിയെടുക്കില്ല. ഇത് വെറുതെ അങ്ങോട്ട് ഓടും ഇങ്ങോട്ട് ഓടും. അതന്നെ പരിപാടി.
ഇപ്പൊ എനിക്ക് സങ്കടം ഇല്ലാണ്ടിരിക്കോ, കാരണം കുട്ടിയുടെ അച്ഛൻ ഞാനല്ലേ. ആ പറഞ്ഞ് മനസ്സിലാക്കിയില്ലെങ്കിൽ ഞാന് അപ്പൊ എനിക്കോ ഞാൻ എന്താ പറയാ. ഐസോ ഒതുങ്ങി കൈസോ ഐസോ മതി 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 മതി. അവിടെ പോയിരിക്കും, അവിടെ പോയിരിക്കും, അവിടെ പോയിരിക്കും. ഐസോ മതി, ഐസോ മതി. ഇവിടെ ഇരിക്കുക ഐസോ. ഐസോ എവിടെ നിന്ന് പക്ഷേ കാറ് എവിടെ? ഇവിടെ ഇരിക്കും കുറച്ചു നേരം. പറഞ്ഞത് കേൾക്ക് ഐസോ. വണ്ടി അവിടെയാണ്, കുറച്ചുകൂടെ നടക്കാണ്ട്. ആവും കുറച്ച്. ഇതൊന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനെ കാര്യം ചെയ്യോ ചേട്ടാ. ആ ഇക്ക് ചേട്ടൻ എന്നെക്കാള് വിഷമുണ്ട്. ചേട്ടനാ അറിയാം എനിക്ക്. ആ എന്നെക്കാള് വിഷമം ചേട്ടനാ. ഒന്ന് ആലോചിച്ച് നോക്കിയാ, ഈ ചേട്ടൻ എന്നെക്കാള് വിഷമല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കിയാ. നമുക്ക് ധൈര്യമാണ് ഏറ്റവും വേണ്ടിയത്. ഇങ്ങനെ കാണിക്കില്ല, അത് മതി. പക്ഷെ ഇങ്ങനെ കാണിക്കാൻ പറ്റില്ല. അവിടെ 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 ഇരുന്നു, അവിടെ ഇരുന്നു. വിഷമം ആദ്യം മനസ്സിലാക്കി. മനസ്സിലായ മനസ്സിലാവും. മുറ്റടിക്കില്ല, വീട്ടിലൊരു പണി എടുക്കില്ല. അതൊക്കെയാണ് ചെയ്യേണ്ടത്. അതാണ് എക്സൈസ് ഡോക്ടർ പറയുക. മനുഷ്യൻ കിട്ടില്ല. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമോ? പറഞ്ഞിട്ട് ഒന്ന് മനസ്സിലാക്കി കൊടുക്കും. അവള് എക്സസൈസ് ചെയ്യാൻ പറയണത് ഡോക്ടറെ. അപ്പോൾ ആള് എക്സസൈസ് ഇങ്ങനെയൊക്കെ ചെയ്യണത് അതൊന്ന് പറഞ്ഞു കൊടുക്കുമോ? ഇത് ഓവറായിട്ട് ഇങ്ങനൊക്കെ പറഞ്ഞു നോക്കി. എന്താ ചെയ്യാ? ഇക്കു അറിഞ്ഞിട്ടല്ല പറഞ്ഞത് കേൾക്കോ. ഇരിക്കുക അവിടെ ഇരിക്കുക, അവിടെ ഇരിക്കുക. പറഞ്ഞത് കേൾക്ക്, അവിടെ ഇരിക്കുക. ഇങ്ങനെ കാണിക്കല്ലേ. നടന്നാ മതി. നടക്ക് 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 നടക്ക്. പറഞ്ഞത് കേൾക്ക് ഐസോ. ആ ഡോക്ടറെ എക്സസൈസ് ചെയ്യാൻ പറഞ്ഞത്, പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? പറഞ്ഞ മനസ്സിലാവണ്ടേ? നോക്കി കിട്ടില്ല ചേട്ടാ. ഇത് നമ്മളെ യൂട്യൂബ് ചാനലിന്റെ ചെറിയൊരു പ്രോഗ്രാമാണ്. സത്യം പേടിച്ചു. വീഡിയോ എടുക്കണ്ട അവിടെ. വീഡിയോ എടുക്കണ്ട. ഞാൻ പേടിച്ചു, സത്യം പറഞ്ഞു. സംഭവം ഞാൻ പേടിച്ചു. ഒരു ഹായ് പറഞ്ഞു അവിടെ. ഹായ്. ഞാൻ സത്യം പറഞ്ഞു. ഞാൻ നിങ്ങളുടെ വണ്ടി അവിടെ ഞാൻ എടുത്തു വരാൻ പറഞ്ഞറിയോ? ഞാൻ വണ്ടി ഓടിക്കുന്ന ആളാണ്. അല്ല ആദ്യം പറഞ്ഞ നടക്കില്ലല്ലോ. നിങ്ങൾ കണ്ട് പേടിച്ചല്ല, ഇപ്പൊ ഈ വയറ്റിലുള്ള ഗർഭിണി ചേർച്ചില്ലേ? ഓക്കെ അടിപൊളിയല്ലേ? ഞാനപ്പോ നിങ്ങൾ വണ്ടി ഓടി ഞാൻ അടുത്ത് വരാന്ന് പറയും. ഞാൻ ഡ്രൈവർ വണ്ടി ഓടിക്കുന്ന ആളാണ്. വണ്ടി കൊണ്ടുവരാവുന്നു. അതൊന്ന് മുഖം ഒന്ന് കാണിച്ചു കൊടുത്തോ. ഭയങ്കര സപ്പോർട്ടായിരുന്നു. എന്റെ വൈഫിന് വേണ്ടി നല്ല സപ്പോർട്ടായിരുന്നു. അതുപോലെ ഈ ചേട്ടനോ. ചേട്ടൻ വീട് അവിടെ കാരപ്പള്ളി, കോട്ടയം. കോട്ടയത്താ? ഇവിടെ എങ്ങനെ? ഇവിടെ പുൽപ്പണിയാ. ഓക്കെ. എവിടെ നാട്ടില്? ഇവിടെ ഞാൻ പണിക്ക് വന്നതാണ്. വടക്കുംചേരി, ആലത്തൂർ വടക്കുംചേരി. ശരി. വിഷമം മനസ്സിലാക്കാൻ നമ്മളെ കാര്യമുള്ള നിങ്ങളുടെ മുഖം കാണുമ്പോൾ അതേ മാറ്റം വരുന്നില്ല. അതാണല്ലോ. അല്ല ഈ ചേച്ചി അയ്യോ എന്തായാലും പെരിന്തൽമണ്ണ. അപ്പോൾ നമ്മുടെ ചാനലിന്റെ പേര് ഫായിസ് ഇബ്രാഹിം എന്നാണ്. നോക്കണം. ഓക്കെ. ചെറിയ റിയാക്ഷൻസും പല രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. ഫായിസ് ഇബ്രാഹിം. ഓക്കെ കേട്ടോ. അപ്പോൾ ഇതാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ വീഡിയോ കണ്ടു കാണുന്നു വിശ്വസിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോക്ക് 10K ലൈക്ക് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ സെക്കൻഡ് പാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാം ചെയ്തേക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതിനും കിടിലൻ പവർ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാം. അതുവരെ പീസ്.